രാധമേ, രാധമേ, ആ രാധമ എന്തെടുക്കോ? എന്തെടുക്കാനാ? പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വെറുതെ. ആ, ഞങ്ങള് വന്നതേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? രാധമ്മേ, ഞങ്ങള് വർമ്മസാറിന്റെ വീട്ടിൽ പോയിരുന്നു. എന്റെ അമ്മ വർമ്മസാറുമായിട്ട് സംസാരിച്ചു. എന്തിനെ കുറിച്ച്? എന്റെ രാജുവിന്റെയും വിവാഹം നടത്തുന്നതിനെ കുറിച്ച്. നിങ്ങളുടെ വിവാഹോ? ആ, അതെ. നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ വർമ്മസാറുമായിട്ട് സംസാരിച്ചു. ഇവളുടെ നിർബന്ധം കൊണ്ടാ. അല്ലാതെ എനിക്ക് ഈ കാര്യത്തില് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കിത് നഷ്ടക്കച്ചവടാ. പിന്നെ ഇവൾ എന്നെ വിളിച്ചതുകൊണ്ടും വർമ്മസാറിന്റെ അടുത്ത് പോയതുകൊണ്ടും വർമ്മസാറ് പറഞ്ഞതുകൊണ്ടും മാത്രം ഞാനിതിന് സമ്മതിച്ചത്. ഇതാണോ വർമ്മസാറ് നിങ്ങളെ വിളിച്ചു പറഞ്ഞത്? അതെ രാധമ്മേ. അപ്പോ എങ്ങനെ രാധമ്മേ, നമ്മളിത് നടത്തുമല്ലേ? ഋതികമോളുടെ കാര്യം അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ രാധമ്മേ. ഇനി അതും ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവളെ രാജു അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടില്ലേ? ആ, അവളുടെ വിവാഹം ആ ദീപകുമായിട്ട് ഉറപ്പിച്ചു. വിവാഹം ഉറപ്പിച്ചോ? എപ്പോ? ആ, അതൊക്കെ ഉടനെ നടക്കും. എല്ലാം വർമ്മസാറിന്റെ തീരുമാനമാണ്. ആ തീരുമാനങ്ങൾക്കൊന്നും മാറ്റം വരാനും പോകുന്നില്ല. അതുകൊണ്ട് രാധമ്മ വെറുതെ മരുമോളായി മന്ത്രിയുടെ മകള് വരുമെന്ന് കരുതി സ്വപ്നം കണ്ടിരിക്കാതെ രാധമ്മ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും. രാധമ്മയ്ക്ക് അറിയാലോ, ഞാൻ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഏറെക്കുറെ മാറും. അതുമല്ല, ഹരീഷിനോട് ശ്രീലക്ഷ്മിയോടും അമ്മ ക്ഷമിക്കുകയും ചെയ്യും. ഹരീഷിനോട് ശ്രീലക്ഷ്മിയോടും ഞാൻ ക്ഷമിക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അമ്മേ, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനിപ്പോ ആദ്യം ഇതൊന്ന് പറഞ്ഞ് സെറ്റിലാക്കട്ടെ. അപ്പോ രാധമ്മേ, പെണ്ണ് കാണലോ കല്യാണം ഉറപ്പിക്കലോ ഒന്നും വേണ്ട. വേണുവെങ്കിലിന് ജോത്സ്യരൊക്കെ അറിയാലോ. ഇനിയിപ്പോ വേണുവെങ്കിലിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങള് പോയി മറ്റൊരു ജോത്സ്യരെ കാണാം. എന്നിട്ട് ഞങ്ങൾ ജാതകം നോക്കി ഫിക്സ് ചെയ്തോളാം. നമുക്ക് ഉടനെ വിവാഹം നടത്തിയേക്കാം. എന്തു പറയുന്നു? എന്താ അമ്മേ? എടി, രമ്യയുടെ രാജുവിന്റെ വിവാഹം നടത്തണമെന്നാ ഇവര് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? ദേ പ്രിയ ചേച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതും വർമ്മ സാറിന്റെ അനുവാദത്തോടു കൂടി. അതുകൊണ്ട് വെറുതെ പ്രിയ ചേച്ചി അതിനിടയിൽ കയറി ഇന്ന് പ്രശ്നം ഉണ്ടാക്കിയാ ഇത് മുടങ്ങൂന്ന് വിചാരിക്കണ്ട. അമ്മേ, ഇതെന്തൊക്കെയാ ഇവര് പറയുന്നേ? ഞാൻ എന്ത് പറയാനാ മോളെ? ഇതാവും നമ്മുടെ വിധി. പിന്നെ എന്ത് വിധി? എനിക്കിതിന് സമ്മതമല്ല. അതിന് പ്രിയ ചേച്ചിയുടെ സമ്മതം എനിക്ക് വേണ്ട. എന്നെ താലി കെട്ടാൻ പോകുന്നതേ രാജുവാണ്. പ്രിയേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ആ അമ്മേ, രാധമ്മയോടും വേണുവെങ്കിലിനോടും ക്ഷമ ചോദിച്ചേ. ക്ഷമയോ? ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ ഇവരോട് ക്ഷമ ചോദിക്കാൻ? ചോദിക്കമ്മേ. വേണുചേട്ടനോടും രാധമ്മയോടും ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറയുകയോ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ശരി രുക്മിണി, നിങ്ങൾ ചെല്ല്. രാധമ്മേ, ഞങ്ങൾ ഇറങ്ങും. ശരി. പ്രിയ ചേച്ചി, ഇനി വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. പ്രിയ ചേച്ചിക്കും ജയൻ ചേട്ടനും ഒക്കെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം.
വന്നു കഴിയുമ്പോ അതിനെല്ലാം പരിഹാരം ഉണ്ടാവും. അല്ല, ഹൃതിക ഉണ്ടായിരുന്നപ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് പരിഹാരം ഉണ്ടായത്? ഒന്നും അവള് ചെയ്തില്ലല്ലോ. ഞാൻ വന്നു കഴിയുമ്പോ കണ്ടോ എന്തൊക്കെ മാറ്റങ്ങളാ ഇവിടെ ഉണ്ടാവാൻ പോകുന്നേന്ന്. ഓ ശരി. പ്രിയ മാഡം ഒരുപാട് വിശ്വസിച്ചു. ആ വിശ്വാസമെല്ലാം അവൻ തകർത്ത് കളഞ്ഞു. വീണ്ടും ആ പാവത്തിനെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ പോകുകയാണല്ലോ ദൈവമേ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അച്ഛാ? നമുക്ക് വർമ്മ സാറിനോടൊന്ന് സംസാരിച്ചാലോ? വർമ്മ സാറിനോട് നമ്മൾ സംസാരിച്ചിട്ട് എന്താ മോളെ കാര്യം? ഒരു കാര്യമില്ല. രാജു എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടല്ലേ. അവന്റെ ജീവിതമല്ലേ. അവന്റെ ജീവിതത്തെ കയറി അഭിപ്രായം പറയാൻ നമുക്കാർക്കും അവകാശമില്ലല്ലോ. രാജു സാറേ, ഒന്നവിടെ നിന്നേ. എന്താ ദീപക്കെ? അല്ല, അങ്ങനെ കളി അങ്ങ് അവസാനിച്ചു, നീ കളിന്ന് പുറത്തുപോയി. ഇനിയിപ്പോ ഈ ദീപകിന്റെ സമയല്ലേ? സമയം? ദീപകിന്റെ എന്ത് സമയം? എടാ, ഹൃതികയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അതിപ്പോ നീയല്ല, നിന്നെ പോലെ 10 എന്റെ മുന്നിൽ വന്ന് നിന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. എല്ലാ പ്രതിസന്ധികളെയും ഈ ദീപക് മറികടന്നിരിക്കും. ആ, നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഏയ്, നിക്കടാ അവിടെ. നിന്നോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. അത് മുഴുവനൊന്ന് കേക്ക്. വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നീ മാറിയിക്ക്. ഇല്ല രാജു, നീ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്ക് നിന്നോട് പറയാനുള്ളത് നിനക്കൊരു ഉപദേശമായിട്ടും എടുക്കാം, ഭീഷണിയായിട്ടും എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഹൃതികയുടെ പുറകെയുള്ള നിന്റെ നടപ്പ്, അതായത് ഹൃതിക മാഡമാണ്, ഹൃതിക മാലാഖയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിന്റെ ഒലിപ്പിച്ചുകൊണ്ടുള്ള നടപ്പ് നിർത്തിക്കോണം. ഇനി മേല ഹൃതികയുടെ പിന്നാലെ നീ നടക്കരുത്. എല്ലാം കഴിഞ്ഞു. താലി കെട്ടിയെന്ന നാടകവും കഴിഞ്ഞു. അപ്പോ അതുകൊണ്ടങ്ങ് നിർത്തിക്കോണം. പിന്നെ അമ്മാവന്റെ കാര്യങ്ങള് അത് നീ നോക്കിക്കോ. അതിന് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം നിങ്ങളും മറ്റേ അടയും ചക്കരയൊക്കെ ആണല്ലോ. ഹൃതികയുടെ കാര്യത്തില് അത് വേണ്ട. എടാ, അവളുടെ കല്യാണം കഴിഞ്ഞാ എന്താ ഉണ്ടാൻ പോകുന്നറിയോ? ഞാൻ അവളെ എന്റെ കയ്യിലിട്ട് ഞെരിക്കും. എന്താടാ, നിനക്ക് ഫീലായോ? നിനക്ക് ഫീലായെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചുനാള് അവള് നിന്റെ ആയിരുന്നല്ലോ. വീട്ടിൽ കൊണ്ടുപോയി നീ നിന്റെ ഇഷ്ടത്തിന് നിർത്തിയല്ലോ. അപ്പൊ നിനക്കങ്ങ് ഫീലാവും. ദീപകിന്റെ പോളിസി ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് സാധനങ്ങള് ഉപയോഗിക്കില്ലെന്ന്. സാരമില്ല, സംഗതി ഹൃതിക സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും എനിക്കവളെ തലയിൽ ചുമന്നല്ലേ പറ്റൂ. അമ്മാവന്റെ സ്വത്തുക്കൾ എങ്കിലല്ലേ എന്റെ കയ്യിലേക്ക് വരൂ. ദീപക്കെ, നിന്റെ നാവിന് ലൈസൻസ് ഇല്ലെന്നും നിന്റെ തലയ്ക്കകത്ത് ദുഷിപ്പാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാ ഹൃതിക മാഡത്തെ കുറിച്ച് നീ ഇത്രയും മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും നിന്റെ കർണക്കുറ്റി ഞാൻ അടിച്ചു പുകയ്ക്കാത്ത. പക്ഷേ എന്തിനും ഏതിനും ഒരു പരിധിയുണ്ട്.
എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. ആഹാ, നീ ചാർജ് ആയല്ലോടാ. ഇങ്ങനെ നീ ചാർജ് ആയി നിൽക്കണം. എങ്കിലേ എനിക്ക് മുൻപോട്ട് കളിക്കാൻ ഒരു ഹരം ഉണ്ടാവും. വേണ്ട ദീപകെ, വെറുതെ നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, നിർത്താം. പക്ഷേ എന്റെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തരണം. എടാ, നീ ഇങ്ങനെ അമ്മാവന്റെ മുമ്പിൽ ഉത്തമം ചമയുമ്പോഴും നിന്റെ യജമാന്റെ മകളോടുള്ള ആത്മാർത്ഥമായ ദിവ്യമായ കളങ്കമില്ലാത്ത വികാരത്തെക്കുറിച്ച് പറയുമ്പോഴും നിന്റെ മനസ്സിന്റെ ഉള്ളില് അവളോട് ഒരു തരി പ്രണയമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ രാജു, ഉള്ളതല്ലേ? ദീപകെ, നീ വെറുതെ അനാവശ്യം പറയരുത്. നിനക്ക് അവളോട് പ്രണയം വേണോടാ രാജു. നീ അവളെ പ്രണയിക്കണം. എന്നിട്ട് ഉള്ളം കയ്യില് അവൾ ഉണ്ടായിരുന്നിട്ടും അവളെ നഷ്ടപ്പെടുത്തിയല്ലോന്ന് ഓർത്ത് ഓരോ നിമിഷവും നിന്റെ ഹൃദയം കിടന്ന് പിടയ്ക്കണം. എന്റെ ആട്ടും തുപ്പും ചവിട്ടും മേടിച്ച് ഋതിക എന്റെ ബെഡ്റൂമിലിരുന്ന് കരയുമ്പോ നിനക്ക് പൊള്ളണം. ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു ദീപകെ? അത് നിനക്ക് അറിയില്ലല്ലേ രാജു? ഇതിന്റെ അകത്ത് അങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും ഇല്ലടാ. വാശിയാ, എനിക്ക് ജയിക്കണം എന്നുള്ള വാശി. ജയിച്ചു കഴിയുമ്പോ സർവ്വതും തകർക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം. നിന്റെ മുൻപിൽ ഋതിക വന്ന് കരയും. കരഞ്ഞ് കരഞ്ഞ് കണ്ണീരിന് പകരം അവളുടെ കണ്ണിൽ നിന്ന് ചോര വരും. ഇതൊക്കെ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാനേ നിനക്കിനി പറ്റൂ രാജു. അവളെ ഓരോ തവണ നോവിക്കുമ്പോഴും നീ ഓർക്കണം, ഞാൻ അവളെ വേദനിപ്പിക്കുന്നത് നിനക്ക് കൊള്ളാൻ വേണ്ടിയാണെന്ന്. ഇപ്പൊ നീ ശരിക്കും ഹാപ്പി അല്ലേ? ഇനി നീ പോയിക്കോ. ഹലോ രാജുവേട്ടാ, ആ പറയേ. ഋതിക മേഡവും ദീപക്കുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചോ? ഇത് നീ എങ്ങനെ അറിഞ്ഞു? അപ്പൊ കേട്ടത് സത്യമാണല്ലേ? രാജുവേട്ടനും ഋതിക മേഡവും പറഞ്ഞ പ്രതീക്ഷകളൊന്നും ഇനി എന്റെ ജീവിതത്തില് വേണ്ട അല്ലേ? നീ ഇതെന്തൊക്കെയാ പറയുന്ന? ഇനി പറയാൻ ഇതിൽ കൂടുതൽ ഒന്നുമില്ല രാജുവേട്ട. എന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമായി. എന്റെ മരണത്തിന് ഉത്തരവാദി അവനായിരിക്കും, ദീപക്. നീ ഞാൻ പറയുന്നത് കേക്ക്. ഇവനിതെങ്ങോട്ടാ? വാലിന് തീ പിടിച്ച പോലെ. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്. ഇതൊന്നും പോരാ, ഋതികയുമായുള്ള എന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ. അവിടെ നരകം എന്താണെന്ന് ഞാൻ അറിയിക്കും. ദിവ്യ, അന്നത്തെ പോലെ അബദ്ധമൊന്നും കാണിക്കരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും രാജുവേട്ട? ദീപക് സാറ് ഋതിക മാഡത്തിന് വിവാഹം കഴിച്ച പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്റെ കുഞ്ഞിന് അറിവ് വെച്ച് വരുമ്പോ അവന്റെ അച്ഛൻ ആരാണെന്ന് അവൻ ചോദിച്ചാ ഞാൻ എന്ത് പറയും? മറ്റുള്ളവരുടെ മുന്നില് ഒരു പാപിയായി മരണം വരെ ഞാൻ ജീവിക്കേണ്ടി വരില്ലേ? തെറ്റ് ചെയ്യാത്തവരാരാ ഉള്ളത് ദിവ്യേ? അപ്പൊ അവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ ഈ ലോകത്ത് ആരെങ്കിലും അവശേഷിക്കോ? ദിവ്യക്ക് പറ്റിയൊരു തെറ്റിന് ആത്മഹത്യയല്ല പരിഹാരം. നമ്മൾ ഫൈറ്റ് ചെയ്യണം ദിവ്യേ. നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മളെ ദ്രോഹിച്ചവരുടെ മുമ്പില് അന്തസ്സോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഉപദേശിക്കാൻ കൊള്ളാം രാജുവേട്ട. നമുക്കൊരു ദുരനുഭവം വരുമ്പോഴേ അതിന്റെ വേദന എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റൂ. ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒടുവില് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. പിഴച്ചു പറ്റോളെന്ന കുറ്റപ്പെടുത്തലും കേട്ട് എത്ര നാള് മുമ്പോട്ട് പോകാൻ പറ്റും? ആണുങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ദിവ്യ, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. എന്നാ ഞാനൊന്ന് ചോദിച്ചോട്ടെ,
രാജുവേട്ടന് ഋതിക മാഡത്തിന് വിവാഹം കഴിച്ചാൽ എന്താ? ദിവ്യ, അത് ദിവ്യക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അത് തികച്ചും എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമല്ലിത്. ഞാനിപ്പോ വന്നത് ദിവ്യ എടുത്തു ചാടി അബദ്ധം ഒന്നും കാണിക്കരുത് എന്ന് പറയാനാ. ഇനി ഞാൻ എന്ത് പ്രതീക്ഷയിലാ ജീവിക്കേണ്ടത്? ദിവ്യ, നീ ഇപ്പൊ ഒരു അമ്മയാണ്. നീ പ്രസവിച്ച കുഞ്ഞിനെ വളർത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വ. നിന്റെ പ്രതീക്ഷയും ലക്ഷ്യവും ഒക്കെ അതായിരിക്കണം. ദയവ് ചെയ്ത് നീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഇല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ആ ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാ മതി. പിന്നെ നീ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. ഹലോ മോളെ, ഇത് മീരാൻറ്റിയാ. ആ ആന്റി പറയൂ. മോളിപ്പോ വിഷമിച്ചിരിക്കുകയാണെന്ന് ആന്റിക്ക് അറിയാം. അതാ ആന്റി വിളിച്ചത്. മോള് വിഷമിക്കണ്ട. ദീപക്കുമായിട്ടുള്ള മോളുടെ വിവാഹം നടക്കില്ല. അതിനുള്ള വഴി ഈ ആന്റി കണ്ടെത്തും. മോൾ ആരെ ഇഷ്ടപ്പെടുന്നോ ആ ആളിന്റെ കൂടെ തന്നെ ജീവിക്കും. ഈ ആന്റി മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ട ആളിനോട് ജീവിക്കാൻ ഞാൻ മാത്രം ആഗ്രഹിച്ച പോരല്ലോ ആന്റി. ആ ആളുകൂടി ആഗ്രഹിക്കണ്ടേ? ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ആളുടെ മനസ്സ് മാത്രം മാറുന്നില്ല. എന്റെ വിധി. എല്ലാം ശരിയാകും മോളെ. മോള് സങ്കടപ്പെടണ്ട. ആന്റി അല്ലേ പറയുന്നത്. മോൾക്ക് മീരാന്റിയെ വിശ്വസിക്കാം. ശരി മോളെ, ആന്റി വിളിച്ചോളാം. ശരി ആന്റി. ആന്റി വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഞാൻ പോവാ. രാജുവേട്ടാ, സങ്കടവും വിഷമവും കൊണ്ട് ചോദിക്കുക. ദീപക് സാറും ഋതിക മാഡവും തമ്മിൽ ഒരു കാര്യം കൂടി നീ ഓർത്തിരിക്കുക. നല്ലവരെയൊന്നും ദൈവം ഒരിക്കലും കൈവിടില്ല. ശരി. അടുത്ത കോളുമായി വന്നു രുക്മിണി. ഇനി അവര് വിടില്ല. ആ പെണ്ണ് രുക്മിണിയെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കും. അവസാനം രാജുവിനെ കൊണ്ട് രമ്യ പോവും. നമ്മൾ എന്ത് പറയാനാ വേണുവേട്ടാ? ഞാൻ പറഞ്ഞതുപോലെ വിധി എന്ന് കരുതി സമാധാനിക്കാം. പിന്നെ ഇതല്ലേ വിധി. തങ്കം പോലെ മനസ്സുള്ള ഒരു പെങ്കൊച്ചു വന്ന് കയറിയ വീടാ. ഇങ്ങോട്ടേക്ക് ഇനി വരാൻ പോണത് രമ്യയെ പോലെ ഒരു തടയാണെന്ന് വിചാരിക്കുമ്പോ എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല. എന്നാലും എന്റെ ദൈവമേ, എന്റെ മകന് നീ ഇങ്ങനെ ഒരു തിരിഞ്ഞ ബുദ്ധിയാണല്ലോ കൊടുത്തത്. അല്ലെങ്കിലും ചെറുപ്പം തൊട്ടേ അവൻ അങ്ങനെയാ. പാവാണെങ്കിലും ഒരൊറ്റ ബുദ്ധിക്കാരനാ. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച അതിൽ പിന്നെ ഒരു മാറ്റമില്ല. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അത് കേൾക്കൂലെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും നിങ്ങൾ ചെറുപ്പം മുതലേ ഗുണദോഷിച്ച് പഠിപ്പിച്ച പാഠങ്ങളാ അവന്റെ മനസ്സിൽ കിടക്കുന്നത്. വർമ്മ സാറിനെ ദൈവത്തിനെ പോലെ കാണണമെന്ന് നിങ്ങൾ തന്നെയല്ലേ അവനെ പഠിപ്പിച്ചത്? അതാ രാജുവിന്റെ മനസ്സില് ഋതിക മോളോട് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാവാനുള്ള കാരണം. അവൻ നല്ല ആളാകാൻ വേണ്ടിയല്ലേ രാധേ
ഞാനെങ്ങനെയൊക്കെ ഇതിപ്പോ വർമ്മ സാറിന് സമ്മതമായിട്ട് പോലും വർമ്മ സാറിന്റെ മകളെ സ്വീകരിക്കാൻ അവന് പറ്റില്ല എന്ന് പറഞ്ഞാ പിന്നെന്ത് ചെയ്യാനാ?